नमस्कारम നമ്മൾ स्पिरिचुअल एनाटमी सेशन कंटिन्यू किया हम स्पिरिचुअल एनाटमी सेशन चालू रखते हैं। आज हम स्पिरिचुअल एनाटमी का जो अब तक हमने कंप्लीट किया उसमें एक बार रिवाइज़ करेंगे। നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള സ്പിരിച്വൽ അനാറ്റമി സെഷൻസിനെ കുറിച്ചിട്ടൊന്ന് റിവൈസ് ചെയ്യാം. അപ്പോൾ എന്താണ് സ്പിരിച്വൽ അനാറ്റമി എന്ന് പറഞ്ഞാൽ, നമ്മൾ സയൻസിൽ അനാറ്റമി എന്നൊരു സബ്ജക്റ്റ് പേരുണ്ട്. ശരീരത്തിൻ്റെ അനാറ്റമി എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ഘടന, ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങൾ, ഹാർട്ട്, ലങ്സ്, കുടൽ, ഇങ്ങനെ ഉള്ളൊരു പഠിക്കലാണ് അനാറ്റമി. मेडिसिन में एक सब्जेक्ट है अनाटमी, शरीर का शास्त्र, शरीर का ब्रेन का कहाँ है, नाक का अनाटमी, सभी स्ट्रक्चേഴ്സ് का अनाटमी നമ്മൾ പഠിക്കുന്നുണ്ട്. അതിനനുസരിച്ചിട്ടാണ് പിന്നെ മെഡിസിൻ തുടങ്ങുന്നത് തന്നെ. അതുമാതിരി ആധ്യാത്മികമായിട്ടുള്ള യാത്രയിൽ സ്പിരിച്വലായിട്ട് നമ്മൾ ഇപ്പോൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഉള്ളിലുള്ള നമ്മുടെ മനസ്സിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു ഘടനയുണ്ട്. ഇപ്പോൾ ശരീരത്തിൽ പല പല ഭാഗങ്ങൾ ഒന്നിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ ശരീരത്തിലൂടെ പ്രവർത്തിക്കുന്നത് യഥാർത്ഥത്തിൽ മനസ്സാണ്. जब हमारे बॉडी है, हमारे बॉडी में जो काम करता है वो हमारा मन है. മനസ്സ് ഇന്ദ്രിയങ്ങളിലൂടെ പ്രവർത്തിക്കുന്നു. हमारा मन हमारे इंद्रियों से सेंसस से काम करता है. അപ്പോൾ അതിനുവേണ്ടി എനർജി ഉപയോഗിക്കുന്നു. ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകമുണ്ട്, ഇന്ദ്രിയാണി പരാണ്യാഹുർ ഇന്ദ്രിയേഭ്യ പരം മന മനസസ്തു പരാബുദ്ധി യോ ബുദ്ധേ പരസസ്തു സഹ. ഇന്ദ്രിയാണി പരാണ്യാഹു, ഇന്ദ്രിയങ്ങളെക്കാളും ശരീരത്തിനേക്കാളും വലുത് ഇന്ദ്രിയങ്ങളാണ്. നമ്മൾ ശരീരം കാണുമ്പോൾ हमारा शरीर देखता है तो उसमें जो काम करता है हमारे इंद्रिय काम करता है. आँख, कान, जीभ, अല്ലേ, ടേസ്റ്റ്, സ്മെല്ല്, ടച്ച്, വിഷൻ, ഹിയറിങ്, 5 ഇന്ദ്രിയങ്ങളാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ 5 ഇന്ദ്രിയങ്ങൾ ആണ് ശരീരത്തിനേക്കാളും ഇമ്പോർട്ടൻറ്റ്, സൂക്ഷ്മവും ഇമ്പോർട്ടൻറ്റും. കാരണം ഇന്ദ്രിയങ്ങൾ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ശരീരത്തിന് പ്രാധാന്യമില്ല. हमारे सेंसेस काम नहीं करता है तो बॉडी का कोई बेनिफिट नहीं है. अगर दिखता नहीं है उतना कम हो गया, अगर ടേസ്റ്റ് कम हो गया उतना कम हो गया. അപ്പോൾ ഇന്ദ്രിയങ്ങളാണ് വലുത്. ഇന്ദ്രിയങ്ങളെക്കാളും വലുത് എന്താണ്? ഇന്ദ്രിയങ്ങളെക്കാളും വലുതാണ് മനസ്സ്. നമ്മൾ ഇന്ദ്രിയങ്ങളൊക്കെ നല്ല കറക്റ്റാണ്, പക്ഷേ മനസ്സ് പോയി കഴിഞ്ഞാലോ ഇപ്പോൾ പ്രവർത്തിക്കില്ല. നല്ല കാഴ്ചയ്ക്കിട്ട് കണ്ണൊക്കെ നോർമലാണ്, പക്ഷേ മാനസിക രോഗിയാണ്, കാണുന്നതൊക്കെ വേറെ എന്തെങ്കിലും ആയിരിക്കും. अगर आँख अच्छी तरह काम करता है पर मेंटल प्रॉब्लम है तो उसको दिखता है दूसरा कुछ दुनिया लिखता है, तो यूजलेस ആണ് അല്ലേ. ഡിപ്രഷനായി വരും. ആ ഡിപ്രസ്ഡ് होता है कि सुंदर दृश्य दिखता है तो भी उसको अच्छा नहीं लगता है അല്ലേ. നല്ല ഭക്ഷണം കൊണ്ടുവന്നു, ടേസ്റ്റി ഭക്ഷണം, മനസ്സ് സുഖമില്ലെങ്കിൽ ഭക്ഷണത്തിൽ रुचि ഉണ്ടാവില്ല. जब अच्छा भोजन है पर हमारा मन नॉर्मल नहीं है तो खा नहीं सकता. इसलिए मन हमारे सेंस से भी बड़ा है. ഈ മനസ്സിനേക്കാളും ഉയർന്ന എന്താണ്? ബുദ്ധിയാണ്. മനസ്സിനേക്കാളും ബുദ്ധി നമ്മുടെ ഇൻ്റലക്റ്റാണ്. മനസ്സുണ്ട് പക്ഷേ ബോധമില്ല. നല്ല മനസ്സുള്ള ആളാണ്, മനസ്സ് ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ ഒരു അറിവുമില്ലാത്ത ആളാണെങ്കിൽ മനസ്സുകൊണ്ടൊരു പ്രയോജനമില്ല. നമ്മുടെ എന്താണോ നമുക്ക് അറിയുന്നതേ നമ്മുടെ കണ്ണുകളിലൂടെ കാണുള്ളൂ എന്നുള്ളൊരു ഇംഗ്ലീഷിൽ ചൊല്ലും, യുവർ ഐ സീ വാട്ട് യുവർ മൈൻഡ് നോസ്. നമ്മൾ നോയിങ് ആണ് പ്രധാനം. നമുക്കൊരു സാധനം അറിയുന്നില്ലെങ്കിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല അല്ലേ. ഇപ്പോൾ ബോധം ഉള്ളിൽ, ബുദ്ധി ആണ് മനസ്സിനേക്കാളും വലുത്. ബുദ്ധിനേക്കാളും വലുത് എന്താണ്? സഹ, അതാണ് ആത്മാവ്. എല്ലാം ഇമ്പോർട്ടൻ്റ് എന്നാണ് ആത്മൻ. സബ്സെ ഇമ്പോർട്ടൻ്റ് ആത്മ, ക്യോങ്കി ആത്മൻ നെയ്യേ തോ ബോഡി ഡെഡ് ഹോ ഗയാ, യൂസ്ലെസ് ആണ്, ബോഡിക്ക് യാതൊരു പ്രയോജനമില്ല. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആത്മനാണ്. അപ്പോൾ ഈ നമ്മുടെ ഇരിക്കുന്ന ഉള്ളിലുള്ള ആത്മൻ, ലൈഫ് ഫോഴ്സ്, ഈ ലോകത്തിൽ പണിയെടുക്കുന്നത്, വർക്ക് ചെയ്യുന്നത് മനസ്സിലൂടെയാണ്. जो हमारे अंदर का जो जीवन है, जो शरीर से काम करता है, वो मन का जो एनर्जी है उससे काम करता है. അപ്പോൾ അതിന് വേറെ ഉദാഹരണം പറയാം. നമ്മുടെ ലൈറ്റൊക്കെ കത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ് ലൈറ്റ് കത്തുന്നത്? കറണ്ട് ഉണ്ട്, അതുകൊണ്ടാണ്. കറണ്ട് ഉദ്ഭവിക്കുന്നത് എവിടെയാണ്? ജനറേറ്ററിൽ. കറണ്ട് आता है जनरेटर से. जनरेटर नहीं काम किया तो ये सब चालू नहीं होगा. ശരിയല്ലേ? അപ്പോൾ ജനറേറ്ററിൽ നിന്ന് കറണ്ട് വരുന്നു, കറണ്ട് വർക്ക് ചെയ്യാൻ ബൾബുണ്ട്. അപ്പോൾ ഏതാ ഇമ്പോർട്ടൻറ്റ്? ജനറേറ്ററാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ജനറേറ്റർ ഇല്ലെങ്കിൽ എല്ലാം നല്ല കണക്ഷൻ ഉണ്ട്, വയറിങ് ചെയ്തു. ജനറേറ്റർ ഇല്ലെങ്കിൽ കറണ്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഉള്ളിലുള്ള ആത്മൻ. അപ്പോൾ മനസ്സ് പ്രവർത്തിക്കുന്നത് ശരിക്കും പ്യുവറായിട്ടുള്ള തലത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ജനറേറ്ററിൻ്റെ അടുത്താണ് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള കറണ്ട്.
जनरेटर के पास करंट सबसे സ്ട്രോങ് അല്ലേ, ഏറ്റവും ഹൈ വോൾട്ടേജ് ജനറേറ്ററിലാണ്. ആ ജനറേറ്ററിൽ നിന്ന് കറണ്ട് നമുക്ക് ലഭിക്കുമ്പോൾ അതിന് ട്രാൻസ്ഫോമേഴ്സ് ഉണ്ട്. അങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ സപ്ലൈ ചെയ്യുന്നത്. നമുക്ക് അതിൻ്റെ വോൾട്ടേജ് കുറച്ച് വന്ന് നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ആണ് ജനറേറ്റർ. നമുക്ക് ഇപ്പോൾ ആ കറണ്ടിന് ഇവിടെ തന്ന ഇവിടെ ഒന്നും കത്തിപ്പോവില്ല. जो जनरेटर से डायरेक्टली कनेक्शन में ये नहीं काम नहीं करेगा, എല്ലാം ബേൺ ഹോ ജായേഗ. അപ്പോൾ ഈ തരത്തിൽ നമ്മുടെ സോളിന് ശരീരത്തിലെ ഓരോ ഭാഗങ്ങളിലും വർക്ക് ചെയ്യാനായിട്ട് അവിടെ ചില ട്രാൻസ്ഫോമേഴ്സ് ഉണ്ട്, പവർ അഡ്ജസ്റ്റ് ചെയ്യാൻ. നമ്മുടെ ജീവിതത്തിൽ പവർ അഡ്ജസ്റ്റ് ചെയ്യാൻ ചില കേന്ദ്രങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഓരോ കേന്ദ്രങ്ങളുണ്ട്. അതിനാണ് ചക്രാസ് എന്ന് പറയുന്നത്. ഓരോ പ്രവർത്തികൾ ചെയ്യാൻ ഓരോ ചക്രാസ് ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ അതിൽ നമ്മൾ ശാസ്ത്രീയമായി സ്പിരിച്വൽ തലത്തിൽ സാധാരണ ചക്രങ്ങളെ പറ്റി പറയുന്നത്, ആദ്യം റൂട്ട് ചക്ര എന്ന് പറയും, മൂലാധാര. മൂലാധാര നമ്മൾ പറയില്ലേ, മൂലാധാര സ്ഥിതം. നമ്മൾ വിനായകനെ പൂജിക്കുന്നുണ്ട് ഇല്ലേ, ഗണപതിയുടെ പൂജയാണ് മൂലാധാര സ്ഥിതം എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് സ്വാധിഷ്ഠാനം, പിന്നെ മണിപ്പുരം, പിന്നെ അനാഹതം. ഇതാണ് ഹാർട്ട് ചക്രം, അനാഹതം. പിന്നെ ത്രോട്ടിൽ വിശുദ്ധി, പിന്നെ ഇവിടെ സഹസ്രാരം എന്ന് പറയും, ആജ്ഞാചക്രം അല്ലെങ്കിൽ സഹസ്രാരം. പേരുകൾ മാത്രം ഓർത്താൽ മതി. ഇപ്പോൾ പൊസിഷൻ 1 സൈക്കിൾ ചക്ര. സൈക്കിൾ ചക്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർഗൻസിനെ പ്രവർത്തിപ്പിക്കും. जो സൈക്കിൾ ചക്ര പോലത്തെ നമ്മുടെ മൂലാധാര നമ്മുടെ ലോവർ ഓർഗൻസിനെ, പ്രൊക്രിയേഷൻ, നമ്മുടെ സെക്ഷൽ ഓർഗൻസിനെ വർക്ക് ചെയ്യുന്നത്, പിന്നെ എക്സ്ക്രീഷൻ്റെ ഓർഗൻസിനെ വർക്ക് ചെയ്യുന്നതൊക്കെ മൂലാധാര ചക്രമാണ്. പിന്നെയുള്ളത് സ്വാധിഷ്ഠാനം. നമ്മുടെ ഡൈജഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ചക്രം. മണിപ്പൂര സ്വാധിഷ്ഠാനം അതിന് പറ്റുന്നത്. അപ്പോൾ ഇത് എർത്ത് ചക്രമാണ്, ഭൂമി ചക്രമാണ്. പിന്നെ വരുന്നത് എന്താണ്? വാട്ടർ, വെള്ളം. പിന്നെ വരുന്ന അതിൻ്റെ അടുത്ത എന്താണ്? അഗ്നി. പിന്നെ ഇത് എയർ. പിന്നെ സഹസ്രാരം എനർജി. മനസ്സിലായി? ഭൂമി, വെള്ളം, അഗ്നി, വായു, സ്പേസ്. അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് വരുന്നത് സ്പേസാണ്, വിശുദ്ധി ചക്രം. മനസ്സിലായില്ലേ? സ്പേസ് ചക്രം. അപ്പോൾ ഇതാണ് സാധാരണ നമ്മുടെ സ്പിരിച്വൽ കൺട്രോൾ. അപ്പോൾ നമ്മൾ സ്പിരിച്വൽ ലിറ്ററേച്ചർ വായിച്ചു കഴിഞ്ഞാൽ ഈ എനർജി എലിവേഷൻ ഉണ്ട്. നമ്മൾ ഈ യാത്രയിൽ പവറാണ്, ഇതൊക്കെ പവർ സെൻറ്റേഴ്സ് പറയും. हमारे अंदर का जो पावर सेंटर्स है, പവർ जो റിലീസ് करता है ये കേന്ദ്രങ്ങളാണ്. അപ്പോൾ അതിന് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ പവേഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരുപാട് സാധന ചെയ്യണം, बहुत साधना करना चाहिए. और जो एनर्जी है, लोअर तरफ के जो एनर्जी है ऊपर उड़ा के सहस्रार तक लेना है. ഇതാണ് നമ്മൾ യോഗത്തിൽ സാധാരണ ചെയ്യുന്നത്. പക്ഷേ ഇതിനോട് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ സ്വഭാവം നന്നായില്ലെങ്കിൽ, ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ വന്നില്ലെങ്കിൽ ഈ പവർ നമ്മളെ നശിപ്പിക്കും. अगर पावर बढ़ता ही जाता है पर हमारा कैरेक्टर डेवलप नहीं हुआ तो ये पावर डेंजरस होता है. നമ്മളൊരു ചൊല്ലുണ്ട്, എന്താ വെൽ ക്യാരക്ടർസ് ലോസ്റ്റ് എവറിത്തിങ് ഇസ് ലോസ്റ്റ് എന്ന് പറയും. സ്വഭാവം നഷ്ടപ്പെട്ട എല്ലാം നഷ്ടപ്പെട്ടു പോകും. പവർ करप्ट्स, अब्सोल्यूट पावर करप्ट्स अब्सोल्यूटली എന്ന് പറയും. जो शक्ति जिसको है वो करप्ट हो जाता है, डेंजर हो जाता है. ഇപ്പോൾ ശക്തി കൊടുത്തിട്ട് ക്യാരക്ടർ ഫോം ചെയ്യാത്ത ആൾക്കാരാണ് ലോകത്തിൽ പ്രശ്നമുണ്ടാക്കി. നമ്മുടെ രാക്ഷസന്മാരുടെ കഥ, जो राक्षस थे वो बहुत ही पावरफुल थे पर उसमें कैरेक्टर नहीं था. അപ്പോൾ രാവണനുണ്ട്, രാവണൻ മെഡിറ്റേറ്റ് ചെയ്തിട്ട് പവർഫുള്ളായി, ധ്യാനം ചെയ്താണ്. ശിവൻ പ്രത്യക്ഷമായി, ബ്രഹ്മാവ് പ്രത്യക്ഷമായിട്ട് രാവണൻ രാക്ഷസനായി, കാരണം ക്യാരക്ടറില്ല. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കടക്കാൻ പറ്റില്ല. നമ്മൾക്ക് ലോകത്തിൽ എല്ലാവരെയും സ്നേഹിക്കാൻ തക്കണം വളരുന്നത് വരെ നമ്മുടെ വളർച്ച കംപ്ലീറ്റ് അല്ല. अगर हम लोग में दुनिया में सभी से प्यार नहीं करते हैं
നമ്മൾ ലോകത്തിൽ നല്ലൊരു ബിഹേവ് ചെയ്യാൻ പറ്റുക, എല്ലാവരും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക, ആ ഒരു സ്വഭാവം വരാതെ നമുക്ക് പിന്നെ ഉയരാൻ പറ്റില്ല. കാരണം ഈശ്വരൻ്റെ ക്വാളിറ്റി എന്താണ്? ഡിവൈൻ ക്വാളിറ്റിക്ക് ഡിവൈൻ ക്വാളിറ്റി പ്രേമേ സബ്കോ ഏകി തരഫ് ദേഖ്താ ഹൈ, ഏകി തരഫ് ദേഖ്താ ഹൈ അല്ലേ? ഈശ്വരൻ്റെ സ്വഭാവം എല്ലാവരും ഒരുപോലെ കാണുന്നുള്ളതാണ്. ആരെയും മോശം വരുത്താൻ പാടില്ല. ഈശ്വരൻ ഡിവിഷൻ ഇല്ല. जो भगवान है उसमें डिवीजन नहीं है, ये अच्छा है ये बुरा है ऐसा नहीं है, सभी को एक ही जैसा दिखाए. അപ്പോൾ ശരിക്കും സ്പിരിച്വൽ എലിവേഷനിൽ നമ്മൾ ഡിവിനിറ്റിയിലേക്ക് വരികയാണ്. സ്പിരിച്വൽ എലിവേഷൻ എന്ന് പറയുന്നത് എന്താണ്? ആനിമൽ ലൈഫ് ടു ഹ്യൂമൻ ലൈഫ്, ഹ്യൂമൻ ലൈഫ് ടു ഡിവൈൻ ലൈഫ്. നമ്മൾ ആനിമൽസ് നമ്മൾ സാധാരണ ജീവിതം ജാൻവർ ജൈസേ, നമ്മൾ തിന്നുന്നു കുടിക്കുന്നു, നമ്മുടെ വീടുണ്ടാക്കുന്നു, സംരക്ഷിക്കുന്നു, ഇതൊക്കെ ആനിമൽ സ്വഭാവമാണ്. ആനിമൽസ് का नेचर क्या है? वो खाता है, विसर्जन करता है, प्रोक्रिएट करता है, स्त्री पुरुष प्रोक्रिएट करता है, घर बनाता है. ഈ 4 മനുഷ്യ भी यही करता है. നമ്മൾ മനുഷ്യർ ഇതല്ലേ ചെയ്യുന്നു. മനുഷ്യർ വേറെ എന്താ ചെയ്യുന്നു? ഇത്രയേ ചെയ്യുന്നു. സാധാരണ മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്നു, വിസർജിക്കുന്നു, പ്രൊക്രിയേറ്റ് ചെയ്യുന്നു, സെൽഫ് ഡിഫെൻസ്. ഇതാണ് 4. അതിന് കുറച്ചും കൂടിയും ഭംഗിയായിട്ട് അവർ ചെറിയ വീടുണ്ടാക്കുന്നു, നമ്മൾ വലിയ വീടുണ്ടാക്കുന്നു. അവർ ശബ്ദം ഉണ്ടാക്കി വർത്താനം പറഞ്ഞ് നമ്മൾ ലാംഗ്വേജ് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അപ്പുറം മനുഷ്യന് വളരണം. മനുഷ്യൻ വളരുന്നത് എങ്ങനെയാണ്? നമ്മൾ സമഭാവത്തോടുകൂടി ലോകത്തെ കാണുമ്പോഴാണ്. ജാൻവർക്കോ കമ്പാഷൻ നെയ്യ്. ഇപ്പോൾ മൃഗങ്ങളെ നോക്കിയാലറിയാം, ഒരു സിംഹം ഒരു മാനിനെ തിന്നുമ്പോൾ പാവം എന്ന് വിചാരിക്കില്ല. അഗർ ഷെയർ ഡിയർ കോ മാർത്താ ഹൈ, സബ്സെ വീക്ക് ജാൻവർക്കോ ഖാത്താ ഹൈ അല്ലേ? ഒരു ഓടുമ്പോൾ ഈ വയ്യാത്തൊരു ജീവിനെ പിടിച്ചെത്തില്ല, ഒരിക്കലും പാവം എന്ന് പറഞ്ഞ് വിടില്ല, അതിന് വിശപ്പടക്കണം. ഒരു പൂച്ച ഒരു എലീനെ കടിക്കുമ്പോൾ അതിന് ദയൊന്നുമില്ല. एक बिल्ली चूहे को मारता है, उसको दया नहीं, ऐसे नहीं പാവം करके बेचता नहीं है. ശരിയല്ലേ ഞാൻ പറയുന്നത്? അപ്പോൾ അവർക്ക് മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യന് വേറൊരാളുടെ വേദന മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവണം, എന്നാലേ മനുഷ്യനാവുള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങളുടെ വിഷമം മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ വിഷമത്തിന് ഞാൻ സഹായിക്കുമ്പോഴേ ഞാൻ മനുഷ്യനാവുള്ളൂ. നമ്മളൊരാൾ വിഷമിക്കുമ്പോൾ അപ്പുറത്ത് കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യനല്ല. കമ്പാഷനേറ്റ് അല്ലെങ്കിൽ മനുഷ്യൻ. അതാണ് മനുഷ്യത്വം. ശങ്കരാചാര്യ പറയുന്നത് ആദ്യം വരേണ്ടത് മനുഷ്യത്വമാണ്. മനുഷ്യത്വം, ഹ്യൂമെയിൻനെസ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഹ്യൂമൻ ആവും, പിന്നെ ഹ്യൂമെയിൻ ആവുക. അതിനുശേഷം മാത്രമേ നമുക്ക് മോക്ഷവും ലിബറേഷനും ഒക്കെ പറയാൻ പറ്റൂ. ഇതിനുശേഷം ആധ്യാത്മിക യാത്ര തന്നെയുള്ളൂ, സ്പിരിച്വൽ. अगर आपको अच्छा बनना चाहिए, अगर आपको मन में शांति होना चाहिए, अगर सुख होना चाहिए तो मनुष्य बनना चाहिए. നമുക്ക് മനസ്സിൽ സമാധാനം ശാന്തിയും എല്ലാം വേണമെന്നുണ്ടെങ്കിൽ മനുഷ്യനാവും. മനുഷ്യനായില്ലെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടാവില്ല, സ്നേഹം. നമ്മൾ വിചാരിക്കും എന്താ നമ്മുടെ വിഷമം, എനിക്കെപ്പോഴും ദേഷ്യം വരുന്നു, ആരോടും ഇത് ചെയ്യുന്നില്ല, ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നില്ല തോന്നുന്നു, ഒറ്റയ്ക്കിരിക്കാൻ തോന്നുന്നു. കാരണം നമ്മൾ ആരെയായിട്ടും ഷെയർ ചെയ്തിട്ടില്ല. നമ്മൾ ഷെയർ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള വേദന കുറയാൻ തുടങ്ങും. जब हम शेयर करने लगते हैं, हमारे अंदर का जो हिंसा हेट्रेड है, जेलसी, वो कम होता है. നമ്മുടെ സെൽഫിഷ്നെസ് കുറഞ്ഞു വരും, നമ്മൾ മനുഷ്യനാവും, നമുക്ക് സമാധാനം വരും. നമ്മൾ ശ്രമിച്ചു നോക്കും. നമുക്ക് സമാധാനം കിട്ടാനുള്ള ഏറ്റവും നല്ല വഴി എന്താണ്? കമ്പാഷനാണ്. ആരോഗ്യം വരാനുള്ള ഏറ്റവും നല്ല വഴി എന്താണ്? ശരീരത്തിൽ ആരോഗ്യം വരാനുള്ള ഏറ്റവും നല്ല വഴി എന്താണ്? കമ്പാഷൻ. നമ്മുടെ ശരീരത്തിന് ആരോഗ്യം വരുന്നത് കമ്പാഷൻ. സയൻസ് തെളിയിക്കുന്നു. ഹോർമോൺസ്, പോസിറ്റീവ് ഹോർമോൺസ് കൊടുക്കാത്ത ഓക്സിറ്റോസിൻ, ഡോപ്പമിൻ, സെറോട്ടോണിൻ, മെലറ്റോണിൻ, ഐസൊക്കെ ഹോർമോൺസ്. ഈ ഹോർമോൺ ഉണ്ടാവുന്നത് എപ്പോഴാണ്? കമ്പാഷനേറ്റ് ആകുമ്പോൾ. അപ്പോൾ ആരോഗ്യത്തിൻ്റെ രഹസ്യം മനുഷ്യത്വം. മനുഷ്യത്വം എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഉയർച്ച കാണിക്കുന്നതോടൊപ്പം ശരീരത്തിന് ആരോഗ്യം ഡെവലപ്പ് ചെയ്യുന്നു, നമ്മൾ സൊസൈറ്റിയിൽ യൂസ്ഫുൾ ആവുന്നു. അതിനുശേഷം മാത്രമേ നമുക്ക് സ്പിരിച്വലാണെന്ന് പറയാൻ പറ്റുള്ളൂ. അല്ല ഞാൻ വന്ന് മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ രാവിലെ പോകുന്നു, വൈകുന്നേരം ഈശ്വരനെ പ്രാർത്ഥിക്കുന്നത്, അതൊന്നും സ്പിരിച്വാലിറ്റി അല്ല. ഞാൻ അമ്പലത്തിൽ 100 പ്രാവശ്യം ചർച്ച് में जाता हूँ, टेम्पल में जाता हूँ, ഡെയിലി സുബഹ को जाता हूँ, शाम को जाता हूँ, कोई फर्क नहीं पड़ा तो मनुष्य नहीं है. നമ്മൾ അവിടെ ചെന്നിട്ട് അവിടെ പോയിട്ട് ഇതന്നെ കാണിക്കാൻ പോകുന്നു, അവിടെ പോയിട്ട് ക്യൂലി ഇടിച്ച് മാറ്റുന്നു അല്ലേ? അപ്പോൾ മനുഷ്യത്വമല്ല. അപ്പോൾ മനുഷ്യത്വം വന്നിട്ട് പിന്നെയാണ് നമുക്ക് ഡിവിനിറ്റിയിലേക്ക് ഉയരാൻ സാധിക്കും. അപ്പോൾ ഇവിടെ വരെ എത്തുമ്പോൾ നമ്മുടെ മാസ്റ്റേഴ്സ്, സഹജമാർക്ക് മാസ്റ്റേഴ്സിനെ ക്യാ ഡിസ്കവർ ചെയ്യുക, മാസ്റ്റേഴ്സ് ഡിസ്കവർ ചെയ്ത് ഇവിടെയാണ് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത്. ഹൃദയം, അനാഹത ചക്രം. മനുഷ്യനാണ് ഹൃദയത്തിൽ എത്തിച്ചേർന്ന്. ഇവിടം വരെയുള്ളതെല്ലാം മൃഗങ്ങളുടെ സ്വഭാവമുണ്ട്. ഹൃദയത്തിലെത്തുമ്പോൾ മനുഷ്യനാണ്. മനുഷ്യനെ ഹൃദയം കൊണ്ടാണ് നമ്മൾ അളക്കുന്നത്. മനുഷ്യക്ക് अपने ഹൃദയ से മെഷർ करते हैं, ബുദ്ധി से नहीं. നല്ല ബുദ്ധിയുള്ള ഒരാളൊരു നല്ല മനുഷ്യനല്ല, നല്ല ശക്തിയുള്ള ഒരാൾ നല്ലൊരു മനുഷ്യനല്ല, നല്ല ജോലിയുള്ള ഒരാൾ നല്ല മനുഷ്യനല്ല. നല്ല മനുഷ്യനാരാണ്? अच्छा मनुष्य ऐसा नहीं कि बहुत शक्तिमान है, बहुत बुद्धिमान है, ये भी अच्छा मनुष्य है. अच्छा मनुष्य है जो हृदय में अच्छा है,
അപ്പോൾ ഇവിടെയാണ് നമുക്ക് ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരുന്നത്. നമ്മൾ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും ഹൃദയത്തിൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരണം. അതാണ് ബാബുജി മഹാരാജ് സഹജമാർഗത്തിലെ മാസ്റ്റർ ഡിസ്കവർ ചെയ്ത്. അപ്പോൾ ഈ ഹാർട്ട് ചക്ര ഇത് ശരിക്കും ഒരു ചക്ര അല്ല, അനാഹത 5 പോയിൻറ്റ്സ് ഉണ്ട് എന്നാണ് ബാബുജി പറയുന്നത്. ഈ 5 പോയിൻറ്റുകളാണ് മറ്റുള്ള എല്ലാ പോയിൻറ്റിനും റെഗുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഒരു റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരിക്കുള്ള ധനം ഇവിടെയാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. അപ്പോൾ അതിൽ ഡിവിഷന് ഫസ്റ്റ് ചക്ര ഇവിടെ നമ്മുടെ നിപ്പിൾ എടുക്കുകയാണെങ്കിൽ ഞാൻ മെഷർമെൻറ്റ് പേര് പറയാം. ഇവിടെയാണ് ഫസ്റ്റ് ചക്ര, എർത്ത് ചക്ര പോലത്തെ. എർത്ത് ഇവിടെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നിപ്പിളിൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ട് സെക്കൻഡ് ചക്ര. ഇതിനെ ആത്മചക്രം എന്ന് പറയും. ആത്മചക്രം ഇവിടെ ഉദർ എലിമെൻറ്റ് ഈഥർ എലിമെൻറ്റ്. പിന്നെ വരുന്നത് തേർഡ് ചക്ര ഇവിടെയാണ്. തേർഡ് ഇത് വാട്ടറാണ്, അല്ല ഫയർ ചക്ര, अग्नि चक्र है, फायर चक्र है इधर. उसके बाद इधर आता है फोर्थ पॉइंट, उसको वाटर बोलते हैं, जलचक्र. പിന്നെ ഈ കഴുത്തിൻ്റെ താഴെ ഇതാണ് എയർ, ഫിഫ്ത്ത് ചക്ര. അപ്പോൾ ഇവിടെ കൂടെ നമ്മൾ പാസ് ചെയ്യണം. നമ്മൾ ഈ മെഡിറ്റേഷൻ ചെയ്യുന്നത് ഇവിടെയാണ്, ഹൃദയത്തിലാണ് മെഡിറ്റേഷൻ ചെയ്യുന്നത്. നമ്മുടെ ക്ലീനിങ് എല്ലാം ഇവിടെ നടക്കുന്നത്. ഇതെല്ലാം പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എത്തുന്നു, ഈ പറഞ്ഞ ആജ്ഞാചക്രത്തിൽ എത്തുന്നു. ഇവിടെ ആജ്ഞാചക്രത്തിൽ നമുക്ക് പവർ ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ പവർ യൂസ്, വെറുതെ കുറേ പവർ കിട്ടിയിട്ട് കാര്യമില്ല. हमारा ക്യാരക്ടർ जितना है वो पावर हमको मिलता है. പിന്നെ അവിടുന്ന് ഈ ട്രാൻസിഷനാണ് ഈ ഫിഫ്ത്ത് ചക്രയിൽ നിന്ന് സിക്സ്ത് ചക്രയിലെ ട്രാൻസിഷൻ. ഇവിടെയാണ് മോക്ഷം എന്ന് പറയുന്നത്, ലിബറേഷൻ. ഇവിടെ പഞ്ചഭൂതങ്ങളുടെ ലോകം കഴിഞ്ഞിട്ട് സിക്സ്ത് ചക്രയിൽ കൂടെ, സിക്സ്ത്തിൽ നിന്ന് പിന്നെ നേരെ സെവൻത്തിലേക്ക് പോകും. 6th or 7th ചക്ര പാജുവേ ഹെ. അപ്പോൾ ഇവിടെ നമ്മൾ ശരിക്ക് വർക്ക് ചെയ്യാതെ നമുക്ക് ഈ പറയുന്ന മോക്ഷം എന്നുള്ളത് ലിബറേഷൻ അസാധ്യ. മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? മോക്ഷം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ അറ്റാച്ച്മെൻറ്റ് ഇല്ലാണ്ട് ജീവിക്കുക. മോഹക്ഷയക്കോ മോക്ഷം പോലത്തെ. ഈ ശരീരമില്ലാതെ ഈ ലോകമില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊരു തോന്നൽ നമുക്കുണ്ട്. हमारे मन में ऐसा चिंता कि ये दुनिया नहीं है तो मैं शरीर नहीं है, ये फैमिली नहीं तो मैं नहीं हूँगा. ഈ അതാണ് അറ്റാച്ച്മെൻറ്റ്. ഞാൻ ഇതിൻ്റെ മുകളിലാണ്. ये दुनिया मेरे लिए मैंने बनाया है, मेरे लिए बनाया है. दुनिया नहीं है भी मैं हूँ. ഞാൻ അപ്പോഴും ഉണ്ട്. ഞാൻ ലോകം മുഴുവൻ പോയാലും ഞാനുണ്ട്. ഇപ്പം നമ്മൾ ഉറങ്ങുമ്പോൾ ആഴത്തിൽ ഉറങ്ങുകയാണ്. സുഷുപ്തി മേ जो सो जाते हैं तब दुनिया नहीं है. അല്ലേ? ലോകമുണ്ടോ? സുഷുപ്തി അവസ്ഥയിൽ ലോകമില്ല. അപ്പോൾ ഞാൻ അവിടെ ഉണ്ട്. ഈ ലോകത്തിൽ തൊട്ടടുത്ത് ഭാര്യ കിടക്കുന്നുണ്ട്, ഇപ്പുറത്ത് കുട്ടിയുണ്ട്. നമുക്കൊരു ഉത്തരവാദിത്വമില്ല. ഞാൻ ഡോക്ടറാണ്, പക്ഷേ മേരാ പ്രൊഫഷൻ മുച്ചേ എഫക്റ്റ് നിർത്താൻ. ഞാൻ ആഴത്തിൽ ഉറങ്ങുമ്പോൾ രാജാവാണ്, പക്ഷേ രാജാവ് ഉറങ്ങുമ്പോൾ രാജാവല്ല. ധർമ്മക്കാരനും രാജാവും ഡോക്ടറും എഞ്ചിനീയറൊക്കെ അടുത്തടുത്തുമ്പോൾ എല്ലാവരും ഒരുപോലെയാണ്. जो सुषुप्ति में पड़े हैं सभी ऐसे पड़े, पता नहीं चलेगी ये डॉक्टर है या अगर कोमा में है तो देखिए सर्जरी में अनेस्थीसिया देते हैं. സർജറി അനസ്തീഷ്യ കൊടുത്തിട്ട് ടേബിൾ में ड्रेस सब उखाड़ते हैं. ड्रेस्സൊക്കെ എടുത്തിട്ട് ഒരാൾ കിടക്കുകയാണ്. ये मिनिस्टर है, पता चलेगा नहीं चलेगा, कोई पता ഒന്ന് ഷേവ് ചെയ്ത് കിടക്കുമ്പോൾ എന്ത് മിനിസ്റ്റർ പുറത്തേക്ക് വരുമ്പോഴാണ്. അപ്പോൾ ലോകത്തിന് ഞാനാണ് ശക്തി നൽകുന്നത്. മേഹു ജോ ഇമ്പോർട്ടൻ്റ്, ഞാനാണ് ഇമ്പോർട്ടൻ്റ്. അത് മനസ്സിലായി കഴിഞ്ഞാൽ ലോകത്തിന് പിന്നെ എന്നെ താഴ്ത്താൻ പറ്റില്ല. जब मुझे पता चला कि सच्चा में मैं अमर हूँ, मैं मरता नहीं हूँ എന്ന് മനസ്സിലാക്കി. അതാണ് അമരത്വം എന്ന് പറയുന്നത്. ശരിക്കും അമരത്വം നമ്മുടെ സ്വഭാവമാണ്. മൃത്യോർമ്മ അമൃതം ഗമയ പോലത്തെ ഐസാനയ്ക്ക് മർത്തേ നെയ്യേ സബി മരയെങ്കിൽ ശരീരം മരിക്കും, പക്ഷേ ഞാൻ മരിക്കില്ല എന്ന് മനസ്സിലാവുമ്പോഴാണ് അമരത്വം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പേടി ഉണ്ടാവില്ല. डर नहीं होगा, एकदम शांत हो जाएंगे, सभी से अच्छी तरह बिहेव करूँ कि मैं सभी से, मुझे सेपरेशन नहीं है. मैं आपसे बिहेव करता हूँ, उनसे बिहेव करता हूँ, वाइफ से, सभी से मैं एक ही तरह, क्योंकि सभी एक ही जैसा है, कोई डिफरेंस नहीं है. അപ്പോൾ ഈ ഒരു ട്രാൻസിഷൻ്റെ എത്താനാണ് നമ്മളിവിടെ ഇപ്പോൾ മെഡിറ്റേറ്റ് ചെയ്യുന്നത്. നമ്മൾ മെഡിറ്റേഷൻ, ക്ലീനിങ്, സിറ്റിങ്സ്, സത്സംഗ്, പ്രെയർ, ये बहुत बड़ा जंक्शन है, बहुत बड़ा ട്രാഫിക് ജംഗ്ഷൻ. ഇവിടുന്ന് കടക്കാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ ചെയ്യും. അപ്പോൾ ഇത് ക്ലീൻ ആവാണ്ട് നമ്മൾ ഇവിടെ എത്തിയിട്ട് കാര്യമില്ല. ഇവിടെ എത്തിയിട്ട് ഒരു കാര്യമില്ല.
ऐसा है कि രാജാവ് പെട്ടെന്ന് റിട്ടയർ ചെയ്തു, ഒരു ചെക്കനെ ഒരാളെ പിടിച്ച് രാജാവാക്കി. അയാൾ രാജാവാകുമോ? അയാൾ എന്താ പറയുക, ഒരു റോട്ടിൽ കിടക്കുന്ന ഒരാളാണ്. പെട്ടെന്ന് മനസ്സിലാവണം അത് രാജാവിൻ്റെ മകനാണെന്ന് പിടിച്ച് രാജാവാക്കി കഴിഞ്ഞാൽ एकदम രാജാവിനെയും പഞ്ചായിക്ക് ഉസ്കോ കൺഫ്യൂഷൻ ആക്കി. രാജാവിനെ പോലെ പെരുമാറാൻ പറ്റില്ല. ऐसा ही सिचुएशन है. हमें डायरेक्टली इधर तक ले गया, हमको पता नहीं चलेगा कि मोक्ष मिल गया. अब मुझे ये नहीं चाहिए, मैं नीचे ही चला जाऊँगा. ഇപ്പോൾ ഒരു മത്സ്യം വിൽക്കുന്ന ഒരാളെ ഒരു പെണ്ണ് കല്യാണം കഴിച്ചൊരു കഥയുണ്ട്. एक मछली बेचने वाले एक आदमी को एक लेडी ने विवाह किया और वो रिच लेडी है. അപ്പോൾ ആ പണക്കാരിയായ ലേഡിയുടെ വീട്ടിൽ കിടക്കുമ്പോൾ ഇയാൾക്ക് ഉറക്കം വരുന്നില്ല. കാരണം ഇയാൾ കട്ടിലിൻ്റെ മത്സ്യത്തിന് കൊട്ട വേണം. इसका जो बिस्तर है उसके नीचे मछली का वो ये उसका स्मेल आने नहीं थे, वो सोएगा नहीं. അപ്പം മത്സ്യത്തിൻ്റെ കൊട്ട ഈ സ്ത്രീ വാങ്ങി. അപ്പോഴേ അയാൾക്ക് ഉറക്കം വരുള്ളൂ. അപ്പോൾ അയാളെപ്പോഴും പണക്കാരനല്ല, ഓ മച്ഛലി ബേച്ചനെ വാലായി. അപ്പോൾ ഈ തരത്തിലാണ് നമ്മൾ മോക്ഷത്തിൽ സ്വഭാവ ഗുണം ഇല്ലാണ്ട് മനുഷ്യത്വം ഇല്ലാണ്ട് നമ്മൾ ഈശ്വര സാക്ഷാത്കാരം ലഭിക്കുന്നു പറയുന്നതിന് ഒരർത്ഥം. ഇത്രയും भी प्रार्थना करो, भगवान ऐसा कुछ आदमी नहीं है कि मुझे आओ ऐसा करने. भगवान बोलते हैं आओ सभी आए, भगवान सबके हृदय में है. ഈശ്വരന് വ്യത്യാസമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ തയ്യാറല്ലാണ്ട് എങ്ങനെ എൻ്റെ വീടൊന്നും ഇരുന്നിട്ടെന്താ കാര്യമുള്ളത്? നിങ്ങൾ എവിടെ പോയി പണിയെടുക്കും, നേരെയായിട്ട് എന്നെ പോലെ ആവും. അതാണ് സ്പിരിച്വൽ യാത്ര. അപ്പോൾ ശരിക്കും ഡിവൈനായിട്ടുള്ള ക്വാളിറ്റി വരാൻ വേണ്ടിയിട്ടാണ് സഹജമാർഗത്തിൽ ഇത്രയും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഹൃദയചക്രത്തിലൂടെ യാത്ര. അപ്പോൾ നമ്മൾ ഡിസ്കഷൻ, നമ്മൾ അഭി തക് ജോ ഡിസ്കഷൻ കിയാ ഹൈ, ഹം യെ ഭി ട്രാൻസ് കിയാ ഹൈ. ഇവിടുന്ന് കടന്നിട്ട് 7th ചക്ര, ഇപ്പോൾ 6th ചക്രേനെ ഇതിനെ നമ്മൾ ഹൃദയമണ്ഡലം എന്ന് വിളിക്കും. ഹാർട്ട് റീജിയൻ, ഹൃദയമണ്ഡലം എന്ന് പറയും. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടുള്ളത് മനോമണ്ഡലമാണ്, മൈൻഡ് റീജിയൻ. മൈൻഡ് റീജിയൻ വരുന്നത് ഇത് സഹസ്രാരം എന്ന് വന്നു, 6th ചക്ര. പിന്നെ 7th ചക്ര, 6th ചക്ര को ब्रह्मांड मंडल बोलते हैं. 6th ചക്രയെ ബ്രഹ്മാണ്ഡ മണ്ഡൽ എന്ന് പറയും. 7th ചക്രേനെ പരബ്രഹ്മാണ്ഡ മണ്ഡൽ എന്ന് പറയും. 7th ചക്ര അത് 6th തൊട്ട്. ഇപ്പം ഇങ്ങനെ 6th ആണെങ്കിൽ 7th തൊട്ട് മുകളിൽ 8ൻ്റെ ഷേപ്പിൽ 7th ഉണ്ട്. മനസ്സിലായി? പരബ്രഹ്മാണ്ഡ മണ്ഡൽ. उसका ऊपर है 8th को बोलते हैं प्रपन्ना स्टेट, സറണ്ടർ, ശരണാഗതി का സ്റ്റേറ്റ്. 8ാമത്തെ ചക്രം കഴിഞ്ഞ് ശരണാഗതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ യാത്രയിൽ മനോമണ്ഡലത്തിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പുകളാണ്. പ്രപന്ന എന്ന് പറയുമ്പോൾ ശരണാഗതിയിലായി. പിന്നെ ഞാനല്ല പ്രവർത്തിക്കുന്നത്, അദ്ദേഹമാണ് പ്രവർത്തിക്കുന്നത്, മനസ്സിലാവുകയാണ്. ക്രമേണ ഹനുമാൻ്റെ ഭാവം, ഹനുമാൻ ജോ കാം കർത്തേ थे ഭഗവാൻ കെ സമർപ്പൺ കർത്തേ, അങ്ങനെയാണ് പണിയെടുക്കുക. ഇത് കഴിഞ്ഞാൽ നമ്മൾ 8ാമത്തെ ചക്രം കഴിഞ്ഞ് 9ാമത്തെ ചക്രത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. പ്രപന്ന. ഇപ്പോൾ നമ്മൾ ഡിസ്കഷൻ, हमारा डिस्कशन 9th चक्र. 9th चक्र को बोलते हैं प्रपन्ना प्रभु. പ്രപന്ന പ്രഭു എന്ന് പറഞ്ഞാൽ നമ്മൾ സറണ്ടർ ചെയ്തു. ചിലപ്പോൾ നമുക്ക് തോന്നും പ്രഭുവായി, രാജാവായി. ഒരു ഉദാഹരണം നമ്മൾ പറഞ്ഞു, മകൻ അച്ഛൻ്റെ കൂടെ ജീവിക്കുകയാണ്, അച്ഛൻ ജീവിച്ചിരിക്കുകയാണ്, ഞാനാണ് മൂത്ത മകൻ എന്ന് വിചാരിക്കും. ഞാൻ പിതാജിയെ മേ ബടാ ബേട്ടാഹോ. അപ്പോൾ എന്ത് പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ അച്ഛനോട് ചോദിക്കും, അല്ലേ? എന്ത് പ്രശ്നമുണ്ട് അച്ഛന് കുറ്റം പറയും. അച്ഛനെന്താ അങ്ങനെ ചെയ്യുന്നത്, അച്ഛനെന്താ എങ്ങനെ ചെയ്യും, നമ്മൾ കുറ്റം പറയും. അച്ഛൻ പറയും എന്താ ലൈറ്റ് ഓഫ് ചെയ്യ്, വെള്ളം അധികം ചിലവാക്കരുത്. ഒരു ഹിന്ദിമേ കഥ है, मैंने पढ़ा था. जब घर आता था पिताजी गुस्सा करते थे, ये बल्ब क्यों ऐसा डालते हैं, ये पानी क्यों बंद नहीं करता है, कि पैसा कौन देगा, ഇങ്ങനെയൊക്കെ ബഹളം വയ്ക്കുന്നു അച്ഛൻ. അപ്പോൾ മോൻ മൊബൈലിൽ ചെവി വെച്ചോണ്ടിരിക്കുക. മൊബൈൽ ഈ പിതാജിക്ക് ക്യാ പ്രോബ്ലം है, 2 ബൾബ് അധികം കത്തി എന്താ പ്രശ്നമുള്ളത്? നമ്മുടെ കുട്ടികളുടെ സ്വഭാവമല്ലേ. എന്താ ഇപ്പോൾ ഒരു കുറച്ച് നേരം അധികം കറണ്ട് ചിലവ്, എന്താ വെള്ളം ക്യാ പോത്താ है, बस 1000 रुपये ज़्यादा जाएगा. पिताजी मर गए, अच्छा मरिचू. अब कौन है घर का मालिक? बेटा घर का मालिक होगा. अब बेटा क्या करेगा? जो पिताजी ने किया वो बेटा धीरे धीरे करने लगा. മനസ്സിലായില്ലേ? അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ആരാണ് ഈ ബൾബൊക്കെ ഇട്ടത്, മകൻ പറയാൻ തുടങ്ങും. കാരണം उसको पता चलेगा कि पैसा चला जा रहा है, क्योंकि उसका पैसा चलता है, നമ്മുടെ പൈസ. അപ്പോൾ അച്ഛൻ്റെ മാതിരി മകൻ മാറുകയാണ്. അതുവരെ നമുക്ക് പറയാനൊരാളുണ്ടായിരുന്നു, പ്രഭു ഉണ്ടായിരുന്നു, നമ്മൾ തന്നെ പ്രഭുവായി. ഇനിയിപ്പോൾ ആരോട് പറയാനാ? കംപ്ലയിൻറ്റ് കറന്നെങ്കിൽ कोई नहीं है.
ആ ട്രാൻസിഷനാണ് ഇവിടെ. നമ്മൾ മാസ്റ്ററെ പോലെ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. अभी कोई प्रॉब्लम है बोलते भगवान मुझे माफ़ करो, मास्टर मुझे माफ़ करो. प्रपन्ना प्रभु आते हैं तो माफ़ करने के लिए कोई भगवान नहीं है. എന്നെ രക്ഷപ്പെടുത്താൻ കാരണം मैं ही हूँ प्रभु, मैं काम करने वाला हूँ. അപ്പോൾ ഇതുവരെ നമ്മൾ അങ്ങോട്ട് നോക്കി നമ്മൾ ഇവിടുന്ന് താഴേക്ക് നോക്കാം. നമ്മൾ കരുണയോടുകൂടി ആൾക്കാരെ കാണണം. എങ്ങനെയാണോ മാസ്റ്റർ കണ്ടിരുന്നത് അതുപോലെ നമ്മൾ പെരുമാറണം. जो മാസ്റ്റർ ഭഗവാൻ കൈസേ ബിഹേവ് करते हैं ऐसे मुझे भी बिहेव करना पड़ता है. അതാണ് പ്രപന്ന പ്രഭു എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ കവാടാണ്, ഗേറ്റാണ്. നമ്മൾ ദിവ്യ സാമ്രാജ്യത്തിലുള്ള ഗേറ്റാണ്. നമ്മൾ ഈശ്വരൻ്റെ സാമ്രാജ്യത്തിലേക്ക് കടക്കാൻ പോവാണ്. डिवाइन वर्ल्ड, ब्राइटर वर्ल्ड के प्रवेशना कवाड़ है. हम गेट में खड़े हैं, अंदर जाने वाले. अंदर घुसना है तो हमको इतना हम्बल होना चाहिए कि हमारे अंदर किसी से भी नफरत नहीं होना चाहिए. ആരോടും ദേഷ്യം ഉണ്ടാകാൻ പാടില്ല. കാരണം മാസ്റ്റർ ഐസാ है. ഈശ്വരൻ അങ്ങനെ, ഈശ്വരനോട് ആരോടും ദേഷ്യമില്ല, വിഷമില്ല. അങ്ങനെയാവണം ഞാൻ, എങ്കിൽ മാത്രമേ ഇനി അങ്ങോട്ട് കടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഉള്ളിൽ സെർച്ച് ചെയ്തിട്ട് ഈ ക്വാളിറ്റീസ് കൊണ്ടുവരണം. ഇനിയും കൂടുതൽ മെഡിറ്റേറ്റ് ചെയ്യണം, കൂടുതൽ ക്ലിയർ ആവണം. നമ്മൾ ഭൂമിയിലിരിക്കുമ്പോൾ പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ മരിച്ചു കഴിഞ്ഞാലൊന്നും ആരും വന്ന് കൊണ്ടുപോകാനൊന്നുമില്ല. ഭൂമിയിലിരിക്കുമ്പോൾ जब हम दुनिया में रहते हैं ये क्वालिटीज़ बनाना चाहिए. मरने के बाद कौन करेगा ये सब? മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ ആരുമില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നത്, എല്ലാ കാര്യങ്ങളും. അപ്പോൾ നമുക്ക് വേറൊരു ലോകവും വേറൊരു മോക്ഷവും വേറൊരു ദിവ്യൻ ലോകവും ഒന്നും നമുക്ക് കാണാനില്ല. हमको जो ब्राइटर वर्ल्ड बनाना है इधर ही बनाना चाहिए, इधर ही करना है ये सब. നമ്മുടെ ഈ ജീവിതത്തിൽ നേടേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. നമ്മളിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇത് കുറേ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പിന്നെ സമയം കിട്ടുമ്പോൾ കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. इसके बारे में हमने बहुत डिस्कस किया है. ए पॉइंट बी पॉइंट ഒക്കെ ഉണ്ട്, ഞാൻ ഓരോന്നും പറഞ്ഞുതരാം. ഓക്കെ.